ഈ പൂക്കൾ കൊണ്ട് നീ എന്ത് ചെയ്യും സുമിത്രേ? മാല കോർത്ത് ദേവന്റെ പടുത്ത് ചേർത്തു. ഏത് ദേവന്റെ? കൃഷ്ണദേവന്റെ. എന്തിനാ കള്ളം പറയുന്നേ? എനിക്കറിയാട്ടോ. ഒന്ന് പോടി, അവൻ അങ്ങേരിവിടില്ലല്ലോ. ഇന്ന് വരുന്ന ദിവസമല്ലേ? വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. ഇനിയിപ്പോ അങ്ങേർക്ക് ചേർത്താനാണെങ്കിലും നിനക്കെന്താ എത്ര വിഷമം? ഓ, പരിഭവിച്ചോ? എന്റെ പൊന്ന് സുമിത്രേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മോള് ദേഷ്യപ്പെടാതെ. ദേ ഇങ്ങോട്ട് നോക്കി, നിന്റെ ആ ചിരിക്കുന്ന മുഖം ഒന്ന് കാണട്ടെ. ചിരിക്കു പെണ്ണേ, പ്ലീസ്. നീ എത്ര സുന്ദരിയാ മോളെ. നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ദൈവം ചിലർക്ക് ചിലത് വിധിച്ചിട്ടുണ്ട്. സൗന്ദര്യം പെൺകുട്ടികൾക്ക് ഒരു ശാപമാണ്. നിന്റെ ഒരു തത്വശാസ്ത്രം. വാസ്തവത്തിൽ നീ ഒരു ഭാഗ്യവതിയാ. ആവശ്യത്തിന് സ്വത്ത്, സൗന്ദര്യം, സ്നേഹിക്കാൻ ഒരു പുരുഷൻ. കുറച്ചുനാൾ കഴിയുമ്പോൾ നിന്റെ വിവാഹം നടക്കും. പിന്നെ നിനക്കൊരു കുഞ്ഞ്, നിന്നെപ്പോലെ തന്നെ സുന്ദരിക്കുട്ടി, അല്ലെങ്കിൽ കുട്ടൻ. ആ കുഞ്ഞിനെ ഓമനിച്ചും കളിപ്പിച്ചും സന്തോഷത്തോടെ കഴിയും. അല്ല, നീ കരയാണോ? നിന്നെ തേടി എന്നെങ്കിലും ഒരാൾ വരും. എന്നെ തേടി ഒരാൾ വരുമെന്ന്. വരും. 14 കുതിരകളെ പൂട്ടിയ ഒരു സ്വർണ്ണത്തേരിൽ സ്വർഗലോകത്ത് 7 അഴകുള്ളൊരു രാജകുമാരൻ ശശികല എന്ന കടമ്പിപ്പെണ്ണിനെ വിവാഹം കഴിക്കും. അല്ലേ സുമിത്രേ? നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്നും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്തൊരു കാക്കക്കറുമ്പിയായി ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു. നീ അതും ഇതൊക്കെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനം ഇരിക്കും. വാ, നമുക്ക് പോവാം. ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് വരണം. എന്താ വിശേഷം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് ബാബുവിന്റെ ജന്മദിനമാണ്. ഓ, ഞാനതങ്ങ് മറന്നു. നീ പോയിക്കോ, ഞാൻ ഉടനെ വന്നേക്കാം. അയ്യോ, പോസ്റ്റ്മാനൊന്നും അല്ല, അത് അവന്റെ പണിയാ. നീ അടുക്കളയിൽ പൂച്ച കയറിയെന്നാ തോന്നുന്നത്. നീ അവിടെ ചെല്ല്. ആഹാ, അമ്മേ, ഇത് പൂച്ചയൊന്നുമല്ല, ഒരു കുറുക്കനാ. നിങ്ങൾ കൈ കഴുകി, ഞാൻ ചോറ് വേണം. അവർക്ക് ഇപ്പോഴും കുട്ടികൾ മാറിയിട്ടില്ല. സുമിത്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാം. എനിക്കെന്ത് സമ്മാനം തരും? എന്റെ വക പായസം രാജേട്ടന്. എങ്കിൽ ഞാൻ പറയാം. സുമിത്ര ഒരു ടീച്ചറാകാൻ പോകുന്നു. എന്താ വിശ്വാസമായില്ലേ? ദാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. വരുന്ന വഴിക്ക് പോസ്റ്റ്മാൻ തന്നാണ്. ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇനി 4 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് അവൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കണ്ടേ? നീ തന്നെ പോയി എല്ലാം ഒന്ന് ശരിയാക്കണം. മറ്റാരും ഇവിടുന്ന് പോകാനില്ലാത്തതുകൊണ്ടാണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മായി? നിന്റെ അച്ഛനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അതിന് അച്ഛനെ പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? ഇനി നിങ്ങളുടെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞു എനിക്ക് സമാധാനമായി. ഈ ജോലിയിൽ ഞാനൊന്ന് ചൂടുറപ്പിച്ചോട്ടെ അമ്മേ. കൊച്ചുകുട്ടിയാണെന്ന ഇപ്പോഴും ഉള്ള വിചാരം.
എന്നാ ഞാൻ പോട്ടെ അമ്മേ. ഒന്ന് നിൽക്കൂ രാജേട്ടാ. രാജേട്ടാ, ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? ഇവൾ കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുമോ? നോക്കാം. ദാ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങടാ. ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് എന്റെ വേദനകൾ അല്പമെങ്കിലും മറക്കുന്നത്. ദുരിതം മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുള്ളൂ. ഇന്ന് വീട്ടിൽ പട്ടിണിയാ. അരി വാങ്ങിക്കാൻ പണം വേണ്ടേ? അച്ഛൻ പനി പിടിച്ച് കിടക്കോ? ഓഹോ, എന്നിട്ട് നീ എന്ത് ചെയ്തു നേരത്തെ പറയുന്നത്? അമ്മയോട് അരി വാങ്ങിക്കൊണ്ട് പോയി കഞ്ഞി വെക്കൂ. വേണ്ട, അച്ഛൻ അറിഞ്ഞാ എന്നെ തല്ലിക്കൊല്ലും. പട്ടിണി കിടന്നാലും ആരോടും കടം വാങ്ങിക്കരുതെന്ന് അച്ഛന് നിർബന്ധം. അച്ഛനൊന്നും അറിയില്ല. നീ വാ, അരി ഞാൻ തരാം. വേണ്ട സുമിത്രേ, പട്ടിണി കിടന്ന് പരിചയമുള്ളതുകൊണ്ട് ഒന്നും സാരമില്ല. നിന്നോടാവൊന്നും ചോദിച്ചില്ല. പിന്നെ നാളെ ആറ്റി കുളിക്കാൻ പോവാൻ നീ ഇതുവഴി വരില്ലേ? വരാം. ഇനി 2-3 ദിവസമല്ലേ നിന്നോടൊത്ത് കുളിക്കാനാവും. സുമിത്ര നാളെ പോവാണ്. എല്ലാം കൊണ്ടും അവള് ഭാഗ്യവതിയാ. മോള് കഞ്ഞി കുടിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. ഇത് ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലോ മോളെ. ഇതാ ഇത് കഴിച്ചോ. വേണ്ട അച്ഛാ, അച്ഛൻ കഴിച്ചോ. എനിക്ക് വിശപ്പില്ല. മോളെ സൂക്ഷിച്ചോണം. അന്യനാടാണ്. ഇവിടെ ഉള്ളവരെ പോലെ ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാര്. ചെന്നാൽ ഉടനെ കത്തയക്കണം കേട്ടോ. ഇനിയും താമസിച്ചാ സന്ധ്യ കഴിയും അവിടെ എത്താൻ. ഇങ്ങനെയാണോ എന്നെ യാത്രയാക്കുന്നത്? ഒന്ന് ചിരിച്ചേ. നീ ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. പോയിട്ട് വാ മോളെ. ഇനി ഹോസ്റ്റലായില്ലേ രാജേട്ടാ? ഹോസ്റ്റലോ? നിന്നെ വല്ല ഹോസ്റ്റലിലും കൊണ്ടിടാൻ എനിക്ക് കഴിയുമോ മോളെ? എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഹോസ്റ്റലാണെന്നല്ലേ? നീ സുരക്ഷിതമായിരിക്കണം. എനിക്ക് നിന്നെ സ്വതന്ത്രമായി വന്ന് കാണാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കാ നമ്മൾ പോകുന്നത്. ആഹാ, രാജനോ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സുമിത്ര അല്ലേ? അതെ. വരും, ഇരിക്കും. സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. അധികം പേരൊന്നുമില്ല. ഞാനും എന്റെ മോൻ സതീഷും അവന്റെ ഭാര്യ ഒരു കുഞ്ഞും. ആ, ഞാൻ ആ കാര്യം മറന്നുപോയി. സതീഷ് മാലിന്യ എവിടെ? ആ, അവർ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക. അത്യാവശ്യമായി ചെല്ലണമെന്ന് പറഞ്ഞ് കത്ത് വന്നിരുന്നു. വൈകുമ്പോഴേക്കും എത്തും. സുമിത്ര ഇരിക്കെ, ഞാനിപ്പോ വരാം. തനിയെ ഇവിടെ എങ്ങനെയാ കഴിയുക? തനിയല്ലല്ലോ, സതീഷും ഭാര്യയും കുഞ്ഞും ഒക്കെ ഇല്ലേ? ഇങ്ങോട്ടാണ് വരുന്നതെന്ന് രാജേട്ടന് നേരത്തെ പറയാറുന്നില്ലേ? നീ ഇവിടെ ഒന്നും ഭയപ്പെടണ്ട. യു വിൽ ബി പെർഫെക്റ്റ്ലി സേഫ് ഹിയർ. ഞാനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സുമിത്രയുടെ കാര്യം രാജൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പറയുമായിരുന്നു. മുറപ്പെണ്ണാണെന്നും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ. മോള് വാ, മോൾക്ക് മുറി കാണിച്ചു തരാം. കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറ്. യാത്രാക്ഷീണം മാറട്ടെ. ഇന്ന് പോവണ്ട രാജേട്ടാ. ചെടികണ്ണ, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. നാളെ നിന്നെ സതീഷ് സ്കൂളിൽ കൊണ്ടാക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ കാര്യവും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ? പിന്നെന്താ? അതല്ല രാജേട്ടാ, ഇവിടെ എന്തോ ഒരു വല്ലാത്ത വിഷമം. അതെല്ലാം മാറിക്കൊള്ളും. പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മറ്റൊരാളുടെ വീടാണെന്ന് ഓർമ്മ വേണം. ആ, വീട്ടിലേക്ക് കത്തയക്കുമ്പോ ഹോസ്റ്റലിലാണ് താമസം എഴുതിയാൽ മതി. അല്ലെ അമ്മ വേദനിക്കും. വരട്ടെ. നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കും.
രാത്രിയൊക്കെ സുഖമായിരുന്നു മോനെ. മോനെന്തേ അമ്മേ? ഓ, എന്തൊരു കരച്ചിലായിരുന്നു. ദേ ഇപ്പൊ കിടന്നുറങ്ങി. ഇടയ്ക്ക് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ വരം വൈകിയത്. രാജൻ വന്നിരുന്നു അമ്മേ? വന്നിട്ട് പോയി. ഞാൻ വന്നിട്ട് അവനെ വിടാവുന്ന അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഞാൻ നിർബന്ധിച്ചതാ മോനെ. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അതൊക്കെ അവന്റെ ഒരു അടവല്ലേ. ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാ കക്ഷി. സുമിത്രയെ കാണാൻ ധൃതി പിടിച്ച് വരികയായിരുന്നു. തനിയിരുന്ന് മുഷിഞ്ഞു കാണുമല്ലേ? ഏയ്, അതൊന്നുമില്ല. എങ്ങോട്ടാ? നമ്മുടെ വെഡിങ് ആൽബം സുമിത്ര ഒന്ന് കാണിക്കട്ടെ. ദേ, മണി 10 വേഗം വന്നേക്കണം, ഇല്ലേ ഞാൻ കിടന്നുറങ്ങും. ഗുരുവായൂരമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. വലിയ ആർഭാടമായിരുന്നു. ഇത് മേക്കപ്പ് റൂമിൽ വെച്ചെടുത്താണ്. ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാറിൽ കയറുന്നത്. ദേ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഈ നിൽക്കുന്ന ആങ്ങളാ. ദേ നിൽക്കുന്നു രാജേട്ടൻ. കള്ളം കള്ളം പറയുന്നത് കടുവട മോളെ, നിന്നെ പറയില്ലല്ലേ? പേടിയാവുന്നുണ്ടാവുമല്ലേ? സാരമില്ല, 1-2 ദിവസത്തിനകം പേടിയൊക്കെ മാറിക്കൊള്ളും. ഒരു തെമ്മാടി അവിടെ താമസിക്കുന്നുണ്ട്. അയാൾ ഭാര്യയെ മര്യാദ പഠിപ്പിക്കുന്നതാ. ആ കഥകളൊക്കെ പിന്നെ പറയാം. സുമിത്ര കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുമിത്രേ, വേഗമാട്ടെ. സതിയേട്ടൻ പോകാൻ ധൃതി കൂട്ടുന്നു. ചേച്ചിയുടെ വാ, എനിക്കൊരു കൂട്ടാവുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നേ? സതിയേട്ടൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കി ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. ചെല്ലു മോളെ. വരട്ടെ അമ്മേ, വരട്ടെ. ടീച്ചർ. എന്താ സാർ? പുതിയ ടീച്ചറാ, സുമിത്ര. ഹലോ. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടുകൊള്ളു. ശരി, വരൂ. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എന്നെ പരിചയപ്പെടുത്താം. പേര് സുമിത്ര. ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. എന്നെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ടീച്ചറിന്റെ വീട് എവിടെയാ? തൊടുപുഴ. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഒരു കൊച്ചനിയനും. ടീച്ചർ കല്യാണം കഴിച്ചാണോ? ആർക്കാ അറിയേണ്ടത്? ആരാ ചോദിച്ചത്? ദൈവനാ ടീച്ചർ. കുട്ടിയുടെ പേരെന്താ? പങ്കജാക്ഷൻ. എഴുന്നേക്കൂ. പങ്കജാക്ഷൻ എന്താ അറിയേണ്ടത്? ടീച്ചർ കല്യാണം കഴിച്ചതല്ല. എന്താ പങ്കജാക്ഷന് നോട്ടമുണ്ടോ? പങ്കജാക്ഷന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. പങ്കജാക്ഷന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും എത്രയായിരുന്നു മാർക്ക്? പറയൂ. കണക്കിന് 2, ഇംഗ്ലീഷിന് 3, സയൻസിന് 5. മതി മതി. പങ്കജാക്ഷൻ കഴിഞ്ഞ വർഷവും ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? പങ്കജാക്ഷൻ എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ ഷൈൻ ചെയ്യേണ്ടത്. പഠിക്കണം. പഠിച്ച് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണം. അങ്ങനെ ഷൈൻ ചെയ്യണം, കേട്ടോ? ഇനിയും ക്ലാസ്സിൽ ഉഴപ്പരുത്. ഇരുന്നോളൂ. ഇത്രയില്ലാത്തൊരു കൊച്ചു കുട്ടിയെ ചേച്ചി. അവൻ ചോദിക്കുക ടീച്ചർ കല്യാണം കഴിച്ചതാണോന്ന്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം വിളഞ്ഞ വിത്തുകളാ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചറിന്റെ മുഖത്തൊന്നും നോക്കാൻ പോലും പേടിയായിരുന്നു, അല്ലേ? സ്റ്റാഫ് റൂമിലിരുന്ന് ഞാനിതോർത്ത് ഒത്തിരി ചിരിച്ചു.
എന്താ സുമിത്ര? ഒന്നുമില്ല. ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടില്ലേ? അത് ഈ വീട്ടിൽ നിന്നായിരുന്നോ? ആ, എന്താ ചോദിച്ചത്? ഒന്നുമില്ല. ശ്രീദേവി എന്ന അവളുടെ പേര്. വളരെ പാവാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാ അവളുടെ വിധി. ഇവിടെ വരാറില്ലേ? നല്ല കാര്യായി. ഒരിക്കലേ വന്നിട്ടുള്ളൂ. അതിന് കിട്ടിയ തല്ലിന് കണക്കില്ല. അയാളെന്താ അങ്ങനെ? എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ? അയാളുടെ സ്വഭാവം അങ്ങനെയാ. ഒരു സന്ധ്യയ്ക്ക് ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അയാൾ എന്നെ കൈകാട്ടി വിളിച്ചതാ. അതിന് സതിയേട്ടനുമായി അല്പം കച്ചപിച്ചയുണ്ടായി. പിന്നീട് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറേയില്ല. എന്താ അയാളുടെ പേര്? സുകുമാരൻ.